യൂട്യൂബ് തുറന്നാല് ഫേസ്ബുക്ക് ഇൻസ്റ്റ തുറന്നാൽ രേണു മാത്രമാണുള്ളത്. വേറെ ആർക്കും അവിടെ ഇപ്പോൾ റീച്ചില്ല. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ, നെഗറ്റീവ് പറയുന്നവരുടെ വിജയം രേണുവിനാണ് കിട്ടുന്നത്. റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആണല്ലോ. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന്റെ അടിയിൽ വരുന്ന കമന്റുകൾ നെഗറ്റീവ് വരുമ്പോൾ രേണുവിന് റീച്ച് കിട്ടുന്നുണ്ട്. അതോടൊപ്പം രേണുവിന് റീച്ച് കിട്ടിയ നെഗറ്റീവ് കമന്റ് വന്നാലാണ് നമുക്കൊരു പോസിറ്റീവ് എന്നാണ് പ്രതീക്ഷ ഒരു വോയിസിൽ പറയുന്നത് കേട്ടോ. പ്രതീക്ഷ ഞങ്ങളും കഴിഞ്ഞു പോയിക്കോട്ടോ. പ്രതീക്ഷനെ കുറിച്ച് എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നത്? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം പ്രതീഷും രേണുവും കൂടി ചേർന്ന വീട്, കാറ്, ബൈക്ക് എല്ലാം പരസ്യത്തിന് വിളിച്ച ആൾ കൊണ്ടുപോയി. അവസാനം ഇപ്പോ പ്രതീഷിനെയും രേണുവിനെയും പലരും വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്ത പരസ്യം, ഞങ്ങൾ തന്ന പണം, ഞങ്ങളുടെ 500 രൂപ വെച്ച് കൊടുത്ത ആൾക്കാരെല്ലാവരും, കൂപ്പൺ എടുത്തവരെല്ലാവരും പ്രതീഷിനെയും രേണുവിനെയുമാണ് ഇപ്പോൾ കോളിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ ശല്യം കൊണ്ട്, അതായത് ലക്കി ഡ്രോ നറുക്കെടുപ്പ് എന്ന പേരിൽ ഒരു പരസ്യത്തിന് പോയി പരസ്യം ചെയ്ത് പലരിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് 500 രൂപ വെച്ച് പിരിച്ചെടുത്തിട്ട് രേണുവും സ്തുതിയും ഇപ്പോൾ ഫോൺ എടുക്കുന്നില്ല. ഇന്നലെ കൂപ്പൺ എടുത്ത 2-3 വ്യക്തികൾ അതിൽ കാണിച്ചിരിക്കുന്ന ഫോൺ നമ്പറിൽ വിളിച്ചു. അപ്പോൾ ഫോൺ എടുത്ത ആൾ പറഞ്ഞത്, അത് 2 ആഴ്ചത്തേക്ക് ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു, 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങും. അപ്പം മറുവശത്തുള്ള ആൾ ചോദിക്കുന്നത്, ഇത് എല്ലാം ഇല്ലീഗലാണെന്ന് നിങ്ങൾക്കറിയില്ലേ എന്ന്. ഇല്ല, നമുക്കൊരു GST പ്രശ്നം വന്നതുകൊണ്ട് മാറ്റിവെച്ചാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയാടാ GST പ്രശ്നം വരുന്നത്? കണ്ടവരെ എല്ലാം പറ്റിച്ച് വീട്, കാറ്, ബൈക്ക്, സ്കൂട്ടർ, സ്വർണ്ണക്കോയിൻ എന്നും പറഞ്ഞ് മറ്റുള്ളവരെ പറ്റിച്ച് പണം ഉണ്ടാക്കുന്നവന് ഞങ്ങൾ ചെയ്യുന്ന റിയാക്ഷൻ വീഡിയോയ്ക്കാണോ നിങ്ങൾക്ക് പരാതി? കൊണ്ടുപോയി കൊടുക്ക്, പരാതി കൊടുക്കുക, എവിടെയെന്ന് വെച്ചാൽ കൊടുക്കുക കേട്ടോ. രേണു പറയുന്നത്, സുധിച്ചേട്ടൻ മരിച്ചുപോയാൽ മരിച്ചവരുടെ തണലിൽ ജീവിക്കാൻ പറ്റുമോ? അതെങ്ങനെയാണ്? സുധിച്ചേട്ടൻ മരിച്ചുപോയില്ലേ? എടെ, ഭർത്താവായാലും കൂടപ്പുറപ്പുകളായാലും നമ്മളെ അടുത്തുനിന്ന് മരിച്ചു പോയാൽ നമ്മൾക്ക് അവരുടെ തണല് തന്നെയാണ് മുഖ്യം. അവരുടെ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. അതുപോലെ മനസ്സിലാക്കാനുള്ള വിവരമില്ലാതെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത് രേണു. ഒരു മീഡിയക്കാരൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം രേണു കൊടുത്തിരിക്കുന്നത്, സുധിച്ചേട്ടൻ മരിച്ചുപോയില്ലേ, സുധിച്ചേട്ടന്റെ തണലിൽ എങ്ങനെയാണ് ജീവിക്കുക എന്നാണ്. നിന്റെ പേരിന്റെ ഒപ്പമുള്ള സുധി എന്നുള്ള പേര് വന്നത് എങ്ങനെയാണ്? നീ സുധിയെ കല്യാണം കഴിച്ചത് കൊണ്ടല്ലേ സുധിയുടെ പേര് വന്നിരിക്കുന്നത്. അപ്പൊ ആ സുധി മരിച്ചു പോയാൽ ആ തണലില്ലാതാകുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ പേരിലാണ് നീ ഇപ്പോൾ ഇവിടെ അഭിനയിച്ചുകൊണ്ട് നടക്കുന്നത്. നല്ല അഭിനയം കാഴ്ചവെക്കുന്നുണ്ട്. നീ ഏവിയേഷൻ കോഴ്സ് പഠിച്ച നീ എങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നത്? നീ ഡാൻസ് പഠിച്ചോ? പിന്നെ എന്തിനാണ് നല്ലൊരു കലാരൂപത്തെ ഇല്ലാതാക്കാനും അതിനെ അപമാനിക്കാനും നിന്റെ വയറും പൊക്കളും കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കുന്നത്? ഇതാണോ ഡാൻസ്? അതോ മുട്ടിന് താഴോട്ട് കാലിന്റെ മുകളിൽ കാല് കയറ്റി വെച്ച് വലിയ ഡാൻസിന്റെ മുന്നിൽ ഇരിക്കുന്നതാണോ മഹത്വം? എന്തായാലും നന്നായി, ശ്രുതി പോയത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആക്സിഡന്റിലായാലും അസുഖം വന്നിട്ടായാലും ശ്രുതി പോയത് കൊണ്ട് നിനക്ക് കുറെ സഹായങ്ങളും കിട്ടി. പിന്നെ മക്കൾക്ക് ബാഗ്, കുട, ചെരുപ്പ് എല്ലാം വാങ്ങിച്ചു കൊടുക്കാൻ തിരുമേനി വന്നു. ഇതിനോടൊപ്പം തന്നെ സന്തോഷ് തിരുമേനിക്ക് ഒരു വന്ദനം കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? വന്ദനം തിരുമേനി. ഇനിയും രേണുസുധിയുടെ വീഴ്ചയിൽ എല്ലാവരും താങ്ങായും തണലായും ഇരിക്കണം. രേണുസുധിയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടുമായിട്ട് പറയുകയാണ്, എല്ലാവരും അവർക്കുള്ള ഒരു തണലായിട്ടൊരു മരം അവിടെ വെക്കുക. ആ മരത്തിന്റെ ചോട്ടിൽ ഒരു തണൽ വിരിച്ച് അവിടെ 2 കസേര ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ കസേരയില് കാലിന്റെ മുകളിൽ കാലം വെച്ച് ഒരു മുട്ടുവിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു ഉടുപ്പിട്ടിട്ട് ഹിന്ദി സിനിമയിലോ മറ്റോ അഭിനയിക്കാൻ പോകുന്ന പോലെ ഇത് ഇട്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം തന്നെ നീന ഹിന്ദി സിനിമയിലേക്കും ബിഗ് ബോസിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഇപ്പൊ ബിഗ് ബോസിലേക്ക് നിനക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ടെന്ന് ബിഗ് ബോസിനകത്തേക്ക് കയറിപ്പോയി തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ എന്താവോ എവിടെയൊക്കെ ഞങ്ങൾക്കൊക്കെ വല്ല വീഡിയോ ചെയ്തിടാൻ ഒരു കണ്ടന്റൊക്കെ തരണേ. പതിയെല്ലാം നിർത്തലാക്കിയിട്ടുണ്ട്. പിന്നെ രേണുസുധിയുടെ ഭർത്താവ് മാത്രമല്ല മരിച്ചത്, ഇവിടെ ഒരുപാട് സ്ത്രീകളുടെ ഭർത്താക്കന്മാർ മരിച്ചിട്ട് അവരൊക്കെ കഷ്ടപ്പെട്ട് വീട്ടു ജോലിക്ക് പോയും
അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികളിൽ എന്തെങ്കിലും അച്ചാർ കമ്പനിയുണ്ട്, തുണി ഷോപ്പുണ്ട്, അവിടെയൊക്കെ ചെറിയ വരുമാനത്തിന് സൂപ്പർ മാർക്കറ്റുകളിലുമൊക്കെ പാക്കിങ്ങിനെല്ലാം പോയി ചെറിയ വരുമാനത്തിലാണ് എല്ലാവരും മക്കളെ പോറ്റി സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവനവന് കിട്ടുന്ന കഴിവിനനുസരിച്ച് വളർത്തി സ്കൂളിൽ പഠിപ്പിച്ച് വിദ്യാഭ്യാസം അത്യാവശ്യം കൊടുത്ത് മക്കൾ അപ്പം നല്ല രീതിയിൽ എല്ലാ ദിവസവും മക്കൾ അമ്മയുടെ കൂടെ തന്നെ കാണും. ആ മക്കൾ കൂടെ കാണുമ്പോൾ മാത്രമാണ് അമ്മയ്ക്കും ഒരു സമാധാനം. ഇത് സ്വന്തം കുഞ്ഞിനെ പോലും നോക്കാൻ സമയമില്ല. 4 വയസ്സായി കാണുമായിരിക്കും. സ്കൂളിലേക്കുള്ള ബാഗും കുടയും ചെരുപ്പും ഒന്നും തന്നെ വാങ്ങിക്കൊടുക്കാൻ നിനക്ക് പണമില്ല എന്നും പറഞ്ഞിട്ട് നീ ഇപ്പൊ അഭിനയ രംഗത്ത് നിന്നിട്ട് അഭിനയിച്ച് തിളങ്ങ്. 5 വർഷമല്ലേ സുധിയുടെ മോനെ നീ നോക്കിയിട്ടുള്ളൂ. അതിന് മുന്നേ കൊല്ലത്തെ വീട്ടിലായിരുന്നു സുധിയുടെ. ഇപ്പൊ അതാ സുധി പോയതിന് ശേഷവും സുധിയുടെ മകൻ കൊല്ലത്തെ വീട്ടിലാണ്. സുധിയുടെ അമ്മയുടെയും സുധിയുടെ സഹോദരന്റെയും ഒക്കെ കൂടെ തന്നെയാണ്. സുധിയുടെ ഭാര്യ രേണു പടർന്നു പന്തലിച്ച് ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടിയായിട്ട് മാറട്ടെ. സുധി വലിയ കലാകാരനൊന്നും അല്ലെങ്കിൽ പോലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ വരുമാനത്തിനുള്ള ഒരു ജോലി അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലാണ്ട് രേണുവിനെ ഞങ്ങൾക്കാർക്കും തന്നെ ഈ കാണുന്ന ഒരു ജനങ്ങൾക്കും സുധിയുടെ ഭാര്യ രേണു ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസമാണ് ഫ്ലവേഴ്സിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത്. ഒരേ ഒരു ദിവസം 2 ഭാര്യമാരെയും സുധി നേരത്തെ ലൊക്കേഷനുകളിൽ കൊണ്ടുപോകുമായിരുന്നു. അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് അവന് 2 ഭാര്യമാരെയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ സുധിയുടെ ഭാര്യ രേണുവിനെ അദ്ദേഹം മറ്റ് ഷൂട്ട് സമയത്തൊന്നും കൊണ്ടുപോകാതിരുന്നതിന്റെ സത്യാവസ്ഥ അതാണ്. അത് സുധി തന്നെ പറഞ്ഞിട്ടുണ്ട്. രേണു സുധി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സുധിയുടെ പേരും കളഞ്ഞു, സുധിയുടെ വീട്ടുകാർക്ക് മാനക്കേടും നാണക്കേടുമാക്കി ആണ് ഇപ്പൊ നടക്കുന്നത്.